ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ റൈക്കമോളുടെ ബർത്ത്ഡേ ആണ് കേട്ടോ, സെപ്റ്റംബർ 30th. അപ്പം അതിനുവേണ്ടി ഞങ്ങൾ ചെറിയൊരു ഫോട്ടോഷൂട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ നാളെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങിയേക്കാണ് പുറത്തേക്ക്. ദിയയും മോസ്വിനും ഒക്കെ ഉണ്ട് കേട്ടോ എൻ്റെ കൂടെ. അപ്പോൾ റൈക്കയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അത് ഭയങ്കര സ്പെഷ്യലാണ്. ഭയങ്കര സെലിബ്രേഷൻ ഒന്നുമില്ല, ചെറിയ ഫോട്ടോഷൂട്ടും പരിപാടിയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവൾക്ക് വലുതാകുമ്പോൾ കാണാമല്ലോ ഫസ്റ്റ് ബർത്ത്ഡേയുടെ ഫോട്ടോസൊക്കെ. അങ്ങനെ പിന്നെ ഈ 1 year കഴിഞ്ഞു പോയത് പെട്ടെന്നായിരുന്നു. നമുക്ക് എന്താ പറയുക, നമുക്ക് ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല 1 year ആയി റൈക്കയ്ക്ക് എന്നുള്ളൊരു സംഭവം. ഇന്നലെ അവളെ കൈ കിട്ടിയ പോലെ ഒരു ഫീലാണ് ഇപ്പോഴും. അപ്പോൾ നമ്മുടെ ലൈഫിലും ഒരുപാട് ചേഞ്ചസ് ഒക്കെ കൊണ്ടുവന്ന ഒരാളാണ്. ഭയങ്കര ഹാപ്പിയാണ്. എന്തായാലും നിങ്ങളായിട്ടത് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ഇത് കാണാം എന്തായാലും. സോ റൈക്ക എന്നുള്ള നെയിം അക്കർലിക്കിൽ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഷോപ്പിൽ വന്നേക്കുവാണ് കേട്ടോ, അവളുടെ കേക്കിൽ വെക്കാൻ വേണ്ടിയിട്ട്. ആക്ച്വലി കേക്ക് ഓർഡർ ചെയ്തിരിക്കുന്നത് മഫിൻ ഹൗസിലാണ്. പക്ഷെ അവിടെ അവർ ഇങ്ങനെ അക്കർലിക്കിൽ നെയിം ചെയ്യിപ്പിച്ചെടുക്കാൻ ഡിഫിക്കൽട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് സ്പെഷ്യലി ചെയ്യിപ്പിച്ചിട്ട് അവിടെ മഫിൻ ഹൗസിൽ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നു കേക്കിൽ വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ റൈക്കയുടെ ഒരു 12 ഫോട്ടോസ് വെച്ചിട്ട് ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതും കിട്ടിയിട്ടുണ്ടായിരുന്നു, മൈ ഫസ്റ്റ് ഇയർ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞങ്ങളുടെ ഒരു 4 ഫോട്ടോ ഫ്രെയിംസും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് പ്രോപ്പർലി എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് റൈക്കയുടെ കേക്ക് സ്റ്റാൻഡ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു വുഡൻ ടൈപ്പ് കേക്ക് സ്റ്റാൻഡാണ് കേട്ടോ ഓർഡർ ചെയ്തിരിക്കുന്നത്. ആമസോണിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ അൺബോക്സ് ചെയ്ത് നോക്കി റൈക്കയ്ക്ക് കാണിച്ചൊക്കെ കൊടുത്തു. നല്ല ഭംഗിയുള്ള കേക്ക് സ്റ്റാൻഡായിരുന്നു അത്. ഫോട്ടോസിൽ വന്നപ്പോഴും നന്നായിട്ടുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അങ്ങനെ നെക്സ്റ്റ് ഡേ ഞങ്ങൾ ട്രിവാൻഡ്രത്തേക്ക് പിന്നെയും പോയി. റൈക്കയുടെ കേക്ക് പിക്ക് ചെയ്യണമായിരുന്നു. അതേപോലെ റൈക്കയുടെ കേക്കിന് മുകളിൽ വെക്കാൻ വേണ്ടിയിട്ടൊരു 1 വേണമായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി ഐറ്റംസ്, അതായത് ബലൂൺസും പിന്നെ ഹാപ്പി ബർത്ത്ഡേ ബാനറൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ സ്റ്റൈൽ പ്ലസിൽ നിന്നായിരുന്നു. ആക്ച്വലി കുറേ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, മൊത്തത്തിൽ തിരക്കുമായിപ്പോയി. പിന്നെ റൈക്ക കൂടെ ഉള്ളതുകൊണ്ട് കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ ഞങ്ങൾ പോയത് ഉള്ളൂരുള്ള കേക്ക് സ്റ്റോറീസിലാണ്. അവിടെ ഈ ബേക്കേഴ്സിനും കേക്ക് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് പറ്റിയിട്ടുള്ള എല്ലാ ഐറ്റംസും ഈച്ച് ആൻഡ് എവറിത്തിങ് ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങാൻ പറ്റുന്ന ഒരു ഷോപ്പാണ് കേട്ടോ. ഞങ്ങൾക്ക് അവിടെ നിന്നാണ് റൈക്കയുടെ കേക്കിന് ചേരുന്ന കളർ 1 കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വീണ്ടും മഫിൻ ഹൗസിലെത്തി അവിടെ നിന്ന് കേക്ക് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ പ്രോപ്പർലി എല്ലാം പാക്ക് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്തൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഡേ, അതായത് ബർത്ത്ഡേക്കുള്ള കേക്കും ഞങ്ങൾ മഫിനിൽ തന്നെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളത്. അതും അവരെല്ലാം പ്രോപ്പർലി നന്നായിട്ട് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. കേക്കിന് മുകളിൽ കാറ് വേണമെന്ന് നമുക്ക് നിർബന്ധം ഉണ്ടായിരുന്നു, അതായത് റൈക്കയ്ക്ക് ഫേവറേറ്റ് ആണ്. അപ്പോൾ ഇതായിരുന്നു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. റൈക്ക ബേബിയുടെ ഫോട്ടോഷൂട്ടാണ്. ഓസ്വിൻ തന്നെയാണ് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. റൈക്കയും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാവാതെ. സോ റൈക്കയ്ക്ക് അങ്ങനെ ഒരുപാട് നല്ല ഫോട്ടോസൊക്കെ കിട്ടി. അവൾ മോർണിംഗ് ടൈം ആയതുകൊണ്ട് തന്നെ നല്ല ആക്റ്റീവായിട്ടും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവളുടെ നെയിമൊക്കെ വിളിച്ച് അവളിങ്ങനെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നു. അവളുടെ മോസ്റ്റ് ഫേവറേറ്റ് സോങ്ങാണ് ഇല്ലുമിനാറ്റി. അപ്പോൾ അതും കൂടി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവൾക്ക് ഒരുപാട് നല്ല ഫോട്ടോസൊക്കെ കിട്ടി. ഷൂട്ടൊക്കെ സക്സസ് ആയിരുന്നു. മോസ്റ്റ്ലി ബേബീസിൻ്റെ ഷൂട്ടിന് നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് അവർ കരയോ അവരെങ്ങനെയായിരിക്കും ഇരിക്കുക എന്നുള്ളായിരുന്നു. ബട്ട് റൈക്ക നന്നായിട്ട് തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഷൂട്ടിന്. അപ്പോൾ റൈക്ക ബേബി ഇപ്പോൾ എഴുന്നേറ്റ് വന്നതേ ഉള്ളൂ, അതുകൊണ്ടാണ് ഫേസൊക്കെ ഭയങ്കര ഗ്ലൂമി ആയിട്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കറിയാം വീഡിയോയിൽ ജസ്റ്റ് ബർത്ത്ഡേ വ്ളോഗിൽ ജസ്റ്റ് ഒന്നും അങ്ങനെ എനിക്ക് ഒന്നും ഇടാൻ പറ്റിയില്ല. കാരണം നമുക്ക് അവളുടെ ഫോട്ടോഷൂട്ടിൻ്റെ സമയത്താണെങ്കിലും നമ്മളും ബിസി ആയിപ്പോയി. പിന്നെ റൈക്കനെ എൻഗേജ് ചെയ്യിപ്പിച്ചിരുത്തിയില്ലെങ്കിൽ അവൾ ബഹളം വയ്ക്കും, കരയും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് പാട്ടൊക്കെ പാടിക്കൊടുത്ത് ഞങ്ങൾ അങ്ങനെയാണ് ഫോട്ടോസൊക്കെ എടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ചെറിയ മിനി വ്ളോഗാണ്. എന്തായാലും നിങ്ങൾ കുറച്ച് എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ബൈ, ടേക്ക് കെയർ.